ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഈ ഒരു എക്സാമിനെ കുറിച്ചിട്ടും അതിലായിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയർ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, കർണാടകയിൽ പോയിട്ട് പലതരത്തിലുള്ള അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ്, ഫാർമസി, നഴ്സിംഗ് ഇത്തരത്തിലുള്ള ഒരുപാട് കോഴ്സുകൾ കർണാടകയിൽ പോയി നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ കർണാടക എക്സാമിനേഷൻ അതോറിറ്റി KEA നടത്തുന്ന KCET നമ്മൾ എന്തായാലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ BSc നഴ്സിംഗ് പോലുള്ള കോഴ്സുകളൊക്കെ കേരളത്തിൽ സീറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സീറ്റുകൾ കിട്ടാത്തതുകൊണ്ട് പല സ്റ്റുഡൻസിനും നമ്മുടെ നൈബറിംഗ് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള തമിഴ്നാട്, കർണാടക ഇവിടെയൊക്കെ പോയി പഠിക്കേണ്ട ആവശ്യം വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ BSc നഴ്സിംഗ് എടുക്കാനായിട്ട് കുറേ അധികം സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് കർണാടക. അതിന്റെ റീസൺ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഇഷ്ടംപോലെ കോളേജസും ഈ കോളേജസിലെല്ലാം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്ത് കൊണ്ടിട്ടുള്ളതല്ലേ UG, PG അതും വേരിയസ് ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, ഫാർമസി, അഗ്രികൾച്ചറൽ പോലുള്ള ഒരുപാട് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിൽ കർണാടകയിൽ പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ കർണാടക ഗവൺമെന്റ് നടത്തുന്ന KCET ടെസ്റ്റ് നമ്മൾ എന്തായാലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു ടെസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്കിന്റെ ബേസിലായിരിക്കും നമ്മൾ അവിടുത്തെ കോളേജസിൽ അഡ്മിഷൻ ലഭിക്കാൻ പോകുന്നത്. അപ്പൊ ഈ വർഷത്തെ KCETക്കുള്ള അപ്ലിക്കേഷൻ ഡേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ അപ്ലൈ ചെയ്ത എല്ലാ സ്റ്റുഡൻസും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ ഒരു KCET എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. എക്സാം നടക്കുന്നത് കർണാടകയിൽ പോയിട്ട് തന്നെ നിങ്ങൾ എഴുതണം. KCETന്റെ എക്സാം ഡേറ്റ് വരുന്നത് April 16 മുതലാണ്. സോ അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് KCETന്റെ അഡ്മിറ്റ് കാർഡ് അവരുടെ KEAന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ എഞ്ചിനീയറിംഗ്, ഫാർമസി, നഴ്സിംഗ്, അഗ്രികൾച്ചർ പോലുള്ള ഒരുപാട് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് നിങ്ങൾ കർണാടകയിൽ പോയിട്ട്, അതും കർണാടക ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലും അവരുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജസിലും പോയി ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ KCET എക്സാം നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു എക്സാമിനേഷന്റെ റിസൾട്ടിന്റെ മാർക്കിന്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് ഈ കോളേജസിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ പോകുന്നത്. സോ KCET എക്സാമിന് നിങ്ങൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മുടെ കേരളത്തിലെ കുറെ അധികം സീറ്റ്സിന്റെ ലിമിറ്റേഷൻ കാരണമായിരിക്കും സ്റ്റുഡൻസ് ഒക്കെ കർണാടക, തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ പോയി പഠിക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ ഈ ഒരു സീറ്റ്സിന്റെ ലിമിറ്റേഷൻ കാരണം ആർക്കും അവരുടെ ഡ്രീം കോഴ്സ് അല്ലെങ്കിൽ ഡ്രീം ജോബിലോട്ട് എത്തിപ്പെടാതിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവരുത്. സോ നിങ്ങൾ KCET എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് KCET സ്കോർസ് കുറവാണെങ്കിലോ അല്ലെങ്കിൽ KCET എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് കർണാടകയിൽ അഡ്മിഷൻ കിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ എക്സാം എഴുതിയിട്ടില്ലെങ്കിലും ഡയറക്റ്റ് അഡ്മിഷൻ വഴി നിങ്ങൾക്ക് കർണാടകയിൽ സീറ്റ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു, കർണാടക ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലോ അല്ലെങ്കിൽ അവരുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജസിലോ നിങ്ങൾക്ക് അഡ്മിഷൻ വേണം എന്നുണ്ടെങ്കിലാണ് നിങ്ങൾ KCET എക്സാം നിർബന്ധമായും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു കർണാടകയിൽ തന്നെ വേറെ കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്, പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റീസിലും ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് KCETന്റെ ആവശ്യം വരുന്നില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു, KCETന്റെ ആവശ്യം ഇത്തരത്തിലുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലോ അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റീസിലോ അഡ്മിഷൻ എടുക്കാൻ ആവശ്യമില്ല എന്ന്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ പോസിബിൾ ആണ്. അതിന് നിങ്ങൾ +2 അവർ റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ, ഇപ്പൊ നഴ്സിംഗ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്ട്സിൽ 45% മാർക്കോട് കൂടിയാണ് നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് അഡ്മിഷൻ വഴി സീറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ KCETക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഏപ്രിലിൽ എക്സാം വരാൻ പോവാണ്. സോ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലോ അവരുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ബെറ്റർ യൂണിവേഴ്സിറ്റീസിലോ സീറ്റ് കിട്ടാനായിട്ട് ശ്രദ്ധിക്കണം. സോ നിങ്ങൾക്ക് ടോപ്പ് സ്കോർസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇവിടെ സീറ്റ്സ് ലഭിക്കുന്നത്. അപ്പൊ കർണാടകയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസും KCET പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു KCETന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഈ കോളേജസിലൊക്കെ അഡ്മിഷൻ ലഭിക്കാൻ പോകുന്നത്. അപ്പൊ KCET എക്സാം ഏപ്രിലാണ് നടക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇതിന്റെ മാർക്ക്, റിസൾട്ട് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് മെയിലായിരിക്കും. സോ മെയിൽ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ മുമ്പിലുള്ള അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കോളേജ് സെലക്ട് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്ത കോളേജസിലായിരിക്കും നമ്മുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സീറ്റ്സ് ലഭിക്കാൻ പോകുന്നത്. സോ ഈ ഒരു കോളേജ് സെലക്ട് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇനി സ്റ്റുഡൻസ് നിങ്ങൾ KCET എക്സാമിന് അപ്ലൈ ചെയ്തില്ല, മറന്നുപോയി, അല്ലെങ്കിൽ നിങ്ങൾ KCET എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കർണാടകയിൽ തന്നെ എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ബെസ്റ്റ് കോളേജ്
കോളേജസ്, അതും ഡയറക്റ്റ് അഡ്മിഷൻ കൊടുക്കുന്ന ബെസ്റ്റ് കോളേജസ് നിങ്ങൾക്ക് ഞങ്ങൾ ചൂസ് ചെയ്ത് തരുന്നതാണ്. സോ ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് അഡ്മിഷൻ അസിസ്റ്റൻസ് കോൺടാക്ട് us.